സെക്യൂരിറ്റി ഫോർ നെക്സ്റ്റ് ജനറേഷൻ. എൻ്റെ ഏട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ആയി. ഏട്ടൻ്റെ ഭാര്യ ടീച്ചറാണ്, റിട്ടയർ ആവാൻ 4 വർഷം കൂടി. അനിയൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അനിയൻ്റെ വൈഫും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഏട്ടൻ്റെ മകൾ ഡോക്ടറേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ എത്തും. ഒരു മകൾ PG കഴിഞ്ഞിട്ട് ഒരു ഹയർ സ്റ്റഡീസിന് പോയിക്കൊണ്ടിരിക്കണം. ജോലി കേരളത്തിൽ കിട്ടുമോ? ഈ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിലും അവർക്ക് ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കുന്നത് എന്താണ് വഴി? എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ മകള് PG എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. മകൻ ഓൾറെഡി PG ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കണം. ഞാൻ അവരോട് തൊഴിലിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ പറയാറില്ല. നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ പൊക്കോളൂ. പക്ഷെ എൻ്റെ മകനുള്ള ജോലി എൻ്റെ കയ്യിൽ സേഫാണ്. ഞാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആർസിഎമ്മിന്റെ ഡയമണ്ട് ആവും. എനിക്കറിയാം ഒരു മാസം മിനിമം 30 ലക്ഷം രൂപ എനിക്ക് വരുമാനം കിട്ടും. എൻ്റെ ഡയമണ്ട് ആയി കഴിഞ്ഞ് ഒരു 3 വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ ആർസിഎമ്മിൽ റിട്ടയർമെന്റ് എടുക്കും. ആ ജോലി ഞാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുക്കും. ആ സമയത്ത് എൻ്റെ മകൻ ഏറ്റെടുക്കുന്ന ജോലിക്ക് ഒരു മാസം മിനിമം ഒരു 40 ലക്ഷം രൂപ വരുമാനമുള്ള ജോലി ആർസിഎമ്മിലൂടെ അല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അനന്തരാവകാശിക്ക് അവർ വാങ്ങുന്ന അതേ ശമ്പളത്തിന് ജോലി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? ആർസിഎം കമ്പനി ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ പറയാണ്, എൻ്റെ സ്റ്റാർ ഓഫി പട്ടം ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തുന്നു, ഇനി എൻ്റെ മകൻ തുടങ്ങുന്നു. ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ കമ്പനി അത് ഓതറൈസേഷൻ കൊടുത്താൽ എൻ്റെ മകൻ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ മകൻ അടുത്ത മാസം തൊട്ട് 5 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം വാങ്ങുന്ന ജോലി ഏറ്റെടുക്കും. അപ്പോൾ അടുത്ത ജനറേഷനെ കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കണ്ടേ? ടൈം ഫ്രീഡം കിട്ടും, ജനറേഷന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. ഇന്ത്യയിലെ ആർസിഎം കമ്പനിയുടെ നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസിന്റെ 45% വരെ പോക്കറ്റിലാക്കാനുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം 45 പ്ലസ് ഒരു 8 കൂടി PUC കൂടി നടത്തുന്നുണ്ട് ഞാൻ. അതും കൂടി എനിക്ക് സ്വന്തമാക്കാൻ, എൻ്റെ കെയർ ഓഫിൽ വരുന്ന ബിസിനസിന്റെ സ്വന്തമാക്കാനുള്ള അവസ്ഥ എനിക്കുണ്ട്. നെറ്റ്വർക്ക് കമ്മീഷൻ ഏകദേശം 40% മേലെ ഞാൻ എത്തിക്കഴിഞ്ഞു. ബാക്കി ഒരു 5% വ്യത്യാസമേ ഉള്ളൂ. അത് ഞാൻ അടുത്ത് തന്നെ പിടിച്ചെടുക്കും. സ്ട്രെസ് ഫ്രീ, ഒരു ടെൻഷനും ഇല്ല. ഒരാളും എന്നെ പ്രഷർ ചെയ്യാറില്ല. ഇന്നത് ചെയ്യണം, ഇത്ര ചെയ്യണം, ഈ മാസം ഇന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താലേ നിനക്ക് വരുമാനം തരുള്ളൂ. നോ, അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല.